പെരുന്നാൾ അവധികളും സ്കൂൾ അവധികളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ കുടുംബം ഒന്നിച്ച് നാട്ടിലേക്ക് ഇപ്പോൾ നടത്തുന്ന യാത്ര സുരക്ഷിതമാണോ, അത് നീട്ടിവെക്കണോ, മാറ്റിവെക്കണോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഇപ്പോഴുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, ഏഷ്യൻ രാജ്യങ്ങളിൽ പടരുന്ന കോവിഡിന്റെ പുതിയ വകഭേദം ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യമാണ് ആളുകളെ ആശങ്കപ്പെടുത്തുന്നത്. മഹാമാരിയുടെ JN.1 ഒമിക്രോൺ വകഭേദമാണ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന വിധം പടരുന്നത്. പ്രത്യേകിച്ച് ഹോങ്കോങ്, തായ്ലൻഡ്, സിംഗപ്പൂർ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോ നിയന്ത്രണ വിധേയമാണ്. വളരെ മൈൽഡായിട്ടുള്ള കോവിഡ് വകഭേദമാണ് ഇപ്പൊ പലരിലും കണ്ടുവരുന്നത്. മരണത്തിലേക്കൊന്നും നയിക്കാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ കോവിഡ് വകഭേദം മൂലം ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം. കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ആകെ 257 കേസുകളാണ് മെയ് 19 വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 182 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും കോട്ടയം ജില്ലകളിൽ കേന്ദ്രീകരിച്ചാണ്. 57 കേസുകളാണ് കോട്ടയത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 34 എണ്ണം എറണാകുളത്തും 30ഓളം എണ്ണം തിരുവനന്തപുരത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പം തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. അതായത് ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഈ സംസ്ഥാനങ്ങളിൽ ഇല്ല. ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോവിഡ് സാഹചര്യമൊക്കെ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വയം എടുക്കുന്ന മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ എന്നാണ് പറയാതെ തന്നെ അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. തൊണ്ടവേദന, ചെറിയ ചുമ, ഫീവർ, തളർച്ച അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവഗണിച്ച് കളയരുത്. ചുരുക്കത്തിൽ നാട്ടിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിലും അനാവശ്യമായിട്ടുള്ള യാത്രകളാണെങ്കിൽ കഴിയുന്നതും അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യം. സ്വയം ജാഗ്രത പുലർത്തുക, മാസ്ക് ധരിക്കുക, കൈകൾ വൃത്തിയാക്കുക തുടങ്ങിയ കോവിഡ് കാലത്ത് നമ്മൾ ശീലിച്ച ശീലങ്ങൾ വീണ്ടും ജീവിതത്തിന്റെ ഭാഗമാക്കുക.